ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു കടുത്ത സിനിമ ആരാധകനാണ്. സിനിമ അതിൻ്റെ ജോണറിനനുസരിച്ച് കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും സിനിമയിൽ ഡെലിവറി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, സിനിമയിൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട, ആ സ്റ്റോറീനെ ബാക്ക്ലോഗ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് മിക്കവാറും എൻ്റെ റിവ്യൂസിൽ നിന്ന് മെൻഷൻ ചെയ്യാറുള്ളത്. അത് റിവ്യൂസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഈ റിവ്യൂ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 2024 മോളിവുഡിൽ വന്ന ഫസ്റ്റ് ആക്ഷൻ മാസ് എൻ്റർടൈനർ എന്നുള്ള കാറ്റഗറിയിൽ പുറത്തായ ടർബോ മൂവിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിലാണെങ്കിൽ എനിക്കൊരു എബോവ് ആവറേജ് വാച്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റീസൺസ് ഞാൻ പറയാം. അതിന് മുമ്പ് സിനിമയുടെ കുറച്ച് പോസിറ്റീവ്സിനെ പറ്റി പറയാം. അതിലെ ഒന്നാമത്തെ പോസിറ്റീവ് സിനിമയുടെ ഫൈറ്റ് സീക്വൻസാണ്. ആ ഫൈറ്റ് സീക്വൻസ്, അത് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന രീതി, ഒരു 5-6 ഫൈറ്റ് സീക്വൻസുകളോളം ഉണ്ട്. ആ 5-6 സീക്വൻസുകളാണെങ്കിൽ പോലും അത് എത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നു, അത് ഏത് രീതിയിൽ അവരത് കോറിയോ ചെയ്യുന്നു, അവിടെ ഒരു 72-73 വയസ്സുകാരൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതൊക്കെ വെച്ച് നോക്കിയപ്പം എനിക്ക് ഫൈറ്റ് സീക്വൻസ് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. ഇടയ്ക്കൊരു 3-4 ഫൈറ്റുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ആദ്യത്തെയും ലാസ്റ്റത്തെയും ഫൈറ്റ് സീക്വൻസുകളാണ് എനിക്ക് കൂടുതലും സ്ട്രൈക്ക് ചെയ്തത്. ആ 2 ഫൈറ്റ് സീക്വൻസുകളും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ആക്ഷൻ മൂവി ചെയ്യുമ്പോഴേക്കും മമ്മൂക്ക എന്ന ഒരു 72-73 വയസ്സുകാരൻ ഉണ്ടായേക്കാവുന്ന ശാരീരിക പരിമിതികളുണ്ടല്ലോ, ആ പരിമിതികളൊന്നും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. വളരെ നല്ല രീതിയിൽ ആ കൊടുത്തിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ അദ്ദേഹത്തിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് അദ്ദേഹം ഡെലിവർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്, എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് അതിലെ വിഷ്വൽസ് ആണ്. ഫൈറ്റ് സീക്വൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസിന് ഒരു ആംബിയൻസ് ആയിട്ട് വരുന്ന വിഷ്വല്, അല്ലെങ്കിൽ അവിടെ ആ ഒരു സ്ക്രീനിൽ അവിടെ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വിഷ്വൽസിൽ തന്നെ കൂടെ വരുന്നതാണ് അതിൻ്റെ കളർ ഗ്രേഡിങ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കളർ ഗ്രേഡിങ്ങിന് ത്രൂ ഔട്ട് ആ ഒരു മൂവി ഒരു നൈറ്റ് ആംബിയൻസിൽ അതിൻ്റെ കളർ ഗ്രേഡ് ചെയ്തൊരു ഫീൽ, അതെനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമുള്ളൊരു കളർ ഗ്രേഡിങ് ആയതുകൊണ്ട് തന്നെ വിഷ്വൽസ് എനിക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നി. അൺഫോർച്ചുനേറ്റ്ലി ഇത്തരം 2-3 കാര്യങ്ങൾ മാത്രമേ സിനിമയുടെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സിനിമയിൽ ശ്രദ്ധിക്കാമായിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് തിങ്, അതിൻ്റെ സ്റ്റോറിയാണ്. ഞാൻ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. മമ്മൂട്ടി കമ്പനി പോലത്തെ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി എടുക്കുന്നു, മമ്മൂക്ക അതിന് ഡേറ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഒരു ആക്ഷൻ മൂവി. നമ്മളെപ്പോഴും ഒരു ആക്ഷൻ മൂവി ചെയ്യുമ്പം ആ ആക്ഷൻ മൂവിനെ സപ്പോർട്ട് ചെയ്തൊരു സ്റ്റോറി ഇല്ല എങ്കിൽ ആ കൊടുക്കുന്ന ആക്ഷൻ എല്ലാം വെറുതെ ആയി പോകുമല്ലോ. നമ്മൾ ഇടിക്കുന്നതിന് ഒരു റീസൺ വേണമല്ലോ, ആ റീസണോടെ ഇടിക്കണം. പക്ഷേ ഇവിടെ റീസൺ ആ സ്റ്റോറി വൈസ് അതിനെ ജസ്റ്റിഫൈ ചെയ്തതുപോലെ തോന്നിയില്ല. മമ്മൂക്കയുടെ ക്യാരക്ടർ, ടർബോ ജോസ് എന്നൊരു ക്യാരക്ടർ അവിടെ ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഫൈറ്റ് അൺനെസസറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺനെസസറി ആണ്. അവർ ഒരിടത്ത് പെട്ടുപോകുമ്പോൾ അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിലൊരു ഇമോഷണൽ കണക്റ്റ്നെസ് ഉണ്ടാക്കുമല്ലോ. ഇവിടെ അത്തരത്തിലൊരു ഇമോഷണൽ കണക്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് ഞാൻ ശരിക്കും പറയുന്നത് അതിൻ്റെ സ്റ്റോറിയുടെ ഒരു പോരായ്മയായിട്ടേ പറയത്തുള്ളൂ. എസ്പെഷ്യലി മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. എന്തൊക്കെയോ കുറേ ഹ്യൂമർ ഇങ്ങനെ തട്ടിക്കൂട്ടി കൊണ്ടുവരാൻ ശ്രമിച്ചു അവർ. ഫസ്റ്റ് ഹാഫ് ഒരു ഹ്യൂമർ മൂഡിലാണ് എടുക്കാൻ ശ്രമിച്ചത്. ആ ഒരു ഹ്യൂമർ എനിക്ക് വർക്കൗട്ട് ആയില്ല. പക്ഷേ ചില ഭാഗങ്ങളിലേത്, എസ്പെഷ്യലി ബിന്ദു പണിക്കർ ചേച്ചിയുടെ ചില കോമഡികളൊക്കെ ഉണ്ട്. അത് വലിയ നെടുനീളം ഡയലോഗിലെ കോമഡി അല്ലെങ്കിൽ പെർഫോമൻസിലെ സാധനങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ്. ആ ചെറിയ സാധനങ്ങൾ പക്ഷേ എനിക്ക് എവിടെയോ ഉള്ളിൽ ഒരു ചെറിയ ചിരിയൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ആ ഒരു ഹ്യൂമർ അവർ ത്രൂ ഔട്ട് ആ ഒരു സിനിമയിലെ ഫസ്റ്റ് ഹാഫ് വരെ കൊണ്ടുവന്നതിൽ ഹ്യൂമർ എനിക്ക് അധികം കണക്റ്റ് ആയില്ല. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമാണ് സിനിമ കഥയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. പിന്നീട് നമുക്കതിൻ്റെ ആ ഒരു പോണ ഒരു പ്ലോട്ടും ആ ഒരു പാറ്റേൺ എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സെക്കൻഡ് ഹാഫ് പൊതുവെ ബെറ്റർ ആയിരുന്നു. അതൊന്നും കൊണ്ടല്ല, അത് ആ ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസ് കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു ചേസ് സീനുണ്ട്, ആ ചേസ് സീൻ എടുത്ത് പറയണം. ചേസ് സീൻ എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. ഒരു ലോങ് ഒരു ചേസാണ്, ഭയങ്കര, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡേയ്സ് ആ ചേസ് സീനിന് വേണ്ടി തന്നെ പോയിട്ടുണ്ടാവും. ആ ചേസ് സീനിൽ യൂഷ്വൽ ഒരു ചേസ് സീൻ അവിടെ എന്തൊക്കെ വരും, ഒരു ഫാമിലീനെ ഒരു കാറിൽ ചേസ് ചെയ്യുന്ന ഗുണ്ടകൾ അല്ലെങ്കിൽ വില്ലന്മാർ, അതെങ്ങനെയാവാം, അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടും, അതിലെ ചെറിയ ട്വിസ്റ്റുകൾ, ആ സംഭവങ്ങളൊക്കെ വെച്ച് സെക്കൻഡ് ഹാഫ് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ആവറേജിന് മുകളിൽ ഫീൽ ചെയ്തു. പക്ഷെ ഫസ്റ്റ് ഹാഫ് അത് പറയാതിരിക്കാൻ മേല. എന്നിലെ ഒരു മമ്മൂക്ക ആരാധകനെ ഉണർത്താനായിട്ട് സാധിച്ചില്ല. ഫസ്റ്റിലെ ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ ഫൈറ്റ് ഉണ്ട്, അത് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, അധികം നേരമൊന്നുമില്ല, കുറച്ചൊരു സംഭവങ്ങളൊക്കെ ഉള്ളൂ. ആ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു മൂകത ഫീൽ ചെയ്തു. ഒരു സിനിമയുടെ ഒരു ഒഴുക്കുണ്ടല്ലോ, കഥയുമായിട്ട് നമ്മൾ യോജിച്ച് പോകണം, കഥയിൽ നമ്മൾ മുഴുകി ഇരുന്ന് കാണണം. അത്തരത്തിൽ എനിക്ക് അങ്ങനെ കാണാനായിട്ടുള്ള ഒരു എലമെൻറ്റും ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നില്ല.
സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നതുകൊണ്ട് തന്നെ മൂവി ഒരു എബോവ് ആവറേജ് വാച്ചായിട്ടാണ് ത്രൂ ഔട്ട് ഫീൽ ചെയ്തത്. നമ്മൾ റീസെൻ്റ് ആയിട്ട് കണ്ട മൂവികൾ എല്ലാം ഞാൻ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുമല്ലെങ്കിൽ പോലും സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ എനിക്ക് സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് ചെയ്തൊരു ഫീല് വന്നില്ല. കാര്യം ശരിയൊക്കെയാണ്, ആ ഒരു ഫൈറ്റ് സീക്വൻസിനെയൊക്കെ ഒരു റഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എവിടെയൊക്കെയോ, പക്ഷേ അതെല്ലാം ഒരേ പാറ്റേണിലായൊരു ഫീല്. അപ്പോൾ വില്ലൻ്റെ മ്യൂസിക് ആണെങ്കിലും നായകൻ്റെ മ്യൂസിക് ആണെങ്കിലും നായകൻ ഫൈറ്റ് ചെയ്യുന്നൊരു മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ആ ഒരു ഭാഗത്താണെങ്കിൽ പോലും ആ ഒരു മ്യൂസിക്കിന് ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല. അവിടെ ഒരേ രീതിയിൽ എന്തൊക്കെയോ ഒരു സംഭവം ചെയ്തു വെച്ചൊരു ഫീല്. മ്യൂസിക് മോശമാണെന്നല്ല, അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കുറച്ച് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എല്ലായിടത്തും ഒരേ ടൈപ്പ് മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇതെന്തോ ഒരു മിസ്സിങ് ഉള്ളൊരു ഫീൽ നമുക്ക് പേഴ്സണലി തോന്നും. അത്തരത്തിൽ എനിക്ക് മ്യൂസിക്കിൻ്റെ ഭാഗത്ത് തോന്നുന്നു നല്ലൊരു മ്യൂസിക് ആയിരുന്നിട്ട് പോലും പോരായ്മയായിട്ട് തന്നെ തോന്നി. പക്ഷേ എടുത്തു പറയണം, അതിൽ ബേൺ ഔട്ട് ദ എൻജിൻ എന്നൊരു ട്രാക്കുണ്ട്. ആ ട്രാക്ക് ഗംഭീരമാണ്, അതൊന്നും പറയാനില്ല. അത് ഭയങ്കര ഒരു ബൂസ്റ്റ് ആയിരുന്നു ഒരു ഭാഗത്ത്. പക്ഷെ അതിനോട് സിമിലർ ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ ത്രൂ ഔട്ട് ഒരു മൂവിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം എനിക്ക് മ്യൂസിക് അത്രയധികം ഇഷ്ടപ്പെടാതെ വന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് ചെയ്യുക എന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. ഒരു ഫൈറ്റ് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ട്രാക്ക്, അതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ പോകുന്നതാണ്. ആ ഒരു സ്കോർ പാടിയത് അർജുൻ അശോകനാണ്. അത് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ആ ഒരു മ്യൂസിക്, ആ ഒരു സ്കോർ വർക്കും നൈസായിരുന്നു. സിറ്റുവേഷൻ അനുസരിച്ചുള്ളൊരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക് എനിക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. പിന്നീട് എനിക്ക് തോന്നിയൊരു വലിയൊരു നെഗറ്റീവ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു സീനിനെ സിറ്റുവേഷനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത ഷോട്ട്സുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോഴത്തെ ഒരു സിനിമ രീതി അനുസരിച്ച് നമുക്കൊരു ഷോട്ട്, ആ ഒരു വിഷ്വല് അതിലെ സീനിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം കാണിച്ചാൽ മതി. അതിനപ്പുറം വലിയ ക്യാമറ കൊണ്ടുള്ള കളിയോ അല്ലെങ്കിൽ ഒരു 5-6 ഷോട്ടുകളോ, ഇപ്പം ഒരു ടോപ്പ് ഷോട്ട്, അപ്പുറത്തെ ഷോട്ട് അല്ലെങ്കിൽ ഇപ്പുറത്തെ ഷോട്ട്, അങ്ങനെ ഒരു കുറേ ഷോട്ടുകളൊന്നും ആവശ്യമില്ല. ഒരു പോലീസ് സ്റ്റേഷനിലെ സീനാണെങ്കിൽ പോലും ആ പോലീസ് സ്റ്റേഷനിൽ അവർ സംസാരിക്കുവാണെന്ന് കാണിക്കുന്ന ഒരു സ്റ്റാർട്ടിങ് ഷോട്ട് മതി. അതിനപ്പുറം വലിയ കുറേ ഷോട്ടുകൾ വെച്ച് ഒന്നും കൊടുക്കണ്ടായിരുന്ന ഒരു ഫീൽ തോന്നി. അനാവശ്യമായിട്ടുള്ള കുറേ ഷോട്ടുകൾ കൊണ്ട് സിനിമയിൽ കുറേ ഇടത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. ചായയൊക്കെ തിളപ്പിക്കുന്നൊരു സീനുണ്ട്, അവിടെ ഗ്യാസ് കത്തിക്കുന്നു, ചായപ്പൊടി ഇടുന്നു, ഇമ്പാക്റ്റ് കൂട്ടുന്നൊരു ഫീലാണ്. പക്ഷേ എനിക്ക് ഇമ്പാക്റ്റ് അങ്ങനെ കൂട്ടിയില്ല. ചിലപ്പം പലർക്കും പല അഭിപ്രായമായിരിക്കാം, പക്ഷെ അവിടെ ആ ഒരു വിഷ്വൽസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ചായ ഉണ്ടാക്കണം എന്നുള്ളൊരു ഫീലും ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഇമ്പാക്റ്റും എനിക്ക് കിട്ടിയേനെ. നേരത്തെ പറഞ്ഞല്ലോ, മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം, ആ ഒരു പ്രായത്തിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന പെർഫോമൻസ്, ആ പെർഫോമൻസ് പോലെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയൊരു പെർഫോമൻസാണ് ബിന്ദു പണിക്കർ ചേച്ചിയുടെ. പുള്ളിക്കാരിയുടെ അഭിനയം അടിപൊളിയാണ്. അമ്മച്ചിയുടെ ക്യാരക്ടറാണ്, പുള്ളിക്കാരി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ചെറിയ ചെറിയ മൈന്യൂട്ടി കോമഡി അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ, പക്ഷേ പലയിടത്തും പറഞ്ഞ ബാക്കിയുള്ള കോമഡികളൊന്നും എനിക്ക് അങ്ങോട്ട് എന്നെ ഒന്നും പിടിച്ചിരുത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ പെർഫോമൻസ് ആണെങ്കിലും പല പെർഫോമൻസുകളും ആവശ്യമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നൊരു ഫീലില്ല, പക്ഷെ കൊണ്ടുവന്നവർക്ക് അവർക്കൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയ പോലെ ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി സുനിലിൻ്റെ ക്യാരക്ടറൊക്കെ. സുനിൽ എന്നൊരു വലിയൊരു പാൻ ഇന്ത്യൻ ആക്ടറാണ് ഇപ്പോൾ അദ്ദേഹം. തമിഴ് തെലുഗുവിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ സാന്നിധ്യം ആദ്യം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തൊരു ഫീൽ തോന്നി. അതുപോലെ തന്നെ രാജ്ബി ഷെട്ടി വലിയൊരു കിഡിലൻ പവർഫുൾ ആയിട്ടൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് പവർഫുൾ ആയിട്ടൊരു റോൾ ഇവിടെ കൊടുക്കാമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പവർ ഒരു ലിമിറ്റിനപ്പുറം എനിക്ക് കിട്ടിയില്ല എന്നൊരു ഫീല്. അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം ഇങ്ങനെ പറയുന്നുണ്ട്, ആ സാമ്രാജ്യത്തിൻ്റെ ഒരു പവർ, ആ ഭാഗം മിസ്സിങ് ആയൊരു ഫീല്. നമുക്ക് ട്വിസ്റ്റുകളും ചെറിയ ചെറിയ ടേൺസുകളും എവിടെയൊക്കെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഇയാൾ ആ ഒരു ഭാഗത്തായിരിക്കും, അയാൾ ഈ ഒരു ഭാഗത്തായിരിക്കും, അതിങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സ്വാഭാവിക പ്രഡിക്ഷൻ ലൈനില്ലേ, ആ ഒരു പ്രഡിക്ഷൻ ലൈൻ ഇവിടെ ക്ലിയർ ആയിരുന്നു. അവരവിടെ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുമ്പോഴും എനിക്ക് വലിയ അതിശയം തോന്നിയില്ല. ഇങ്ങനെ ഇത് ഞാൻ പ്രതീക്ഷിച്ചു എന്നൊരു സാധനം എൻ്റെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൻ്റെ ഒരു പോരായ്മയാണോ എന്നറിയില്ല. അവരുടെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു പെർഫോമർ, ആ ഒരു പെർഫോമറിനെ എനിക്ക് ആ ഒരു മൂവിയിൽ കാണാൻ സാധിച്ചില്ല. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരു സിനിമ OTT ഇറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ കാണാതിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇതൊരു തിയേറ്ററിക്കൽ വാച്ചാണ്. ഇതിൽ കുറേ തിയേറ്ററിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു വലിയ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഒരു പവറും ആ ഒരു വലിയ സ്ക്രീനിൽ കാണുന്ന ഒരു എഫക്റ്റും അതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു ഫോണിലോ ലാപ്പിലോ ഒന്ന് കണ്ടാലൊന്നും ഏക്കത്തില്ല എന്ന് തോന്നുന്നു. സിനിമ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ
അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. സ്റ്റോറി അതുപോലെ തന്നെ സിനിമയിലെ ടെക്നിക്കൽ ക്വാളിറ്റികളൊന്നും നോക്കാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും. സിനിമ ടെക്നിക്കൽ ക്വാളിറ്റി ബാക്കി എല്ലാ ആസ്പെക്ട്സും നോക്കുവാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് ഉറപ്പായിട്ടും കാണുന്ന ആളെന്ന രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഞാനൊരു കാര്യം കൂടി എടുത്തു പറയാം. മമ്മൂക്ക എന്നൊരു വ്യക്തി, ഒരു ആക്ടർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പവറുണ്ട് സിനിമയിൽ. ആ ഒരു പവർ അതൊരു രക്ഷയില്ല കേട്ടോ, ഒന്നും എടുത്ത് പറയാനില്ല. മേ ബി അദ്ദേഹത്തിന് കുറച്ചും കൂടി ഡിമാൻഡിങ് ആയിട്ടൊരു സാധനം കൊടുക്കാമായിരുന്നു എനിക്കൊരു ഫീൽ തോന്നി. ആക്ഷൻ സീക്വൻസുകളൊക്കെ കിടുക്കനായിരുന്നു, പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു സ്റ്റോറി കൊടുത്തിരുന്നെങ്കിൽ, ജസ്റ്റിഫൈഡ് ആകുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഗംഭീര പ്രകടനവും ഗംഭീര ഒരു തിയേറ്ററിക്കൽ വാച്ചും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ടർബോ മൂവി കണ്ടതിന് ശേഷമുള്ള എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങൾക്ക് ഇതേ സെയിം അഭിപ്രായം ആയിരിക്കണമെന്നില്ല. ചിലപ്പം ഇത് കണ്ടവർക്ക് വേറെ അഭിപ്രായം ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ മറ്റ് അഭിപ്രായമാണെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. അതുപോലെ തന്നെ മൂവി കാണാത്തവരാണെങ്കിൽ മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. മൂവി കണ്ടതിന് ശേഷവും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കണേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വരാം.